മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മോഹിനിയമ്മയുടെ പിറന്നാളോടനുബന്ധിച്ച് കരുണയും മുത്തശ്ശിയും കൂടി ക്ഷേത്രത്തിൽ പോയി തൊഴുന്നുണ്ടല്ലോ. മഹാലക്ഷ്മി 1 ലിറ്റർ പാൽപ്പായസമൊക്കെ നേർന്നിരുന്നു. അത് ഇവരായിട്ടാണ് മേടിച്ചുകൊണ്ട് വരുന്നത്. ഇവർ മേടിച്ചുകൊണ്ട് വന്നെങ്കിലല്ലേ ഇവർക്കുള്ള പ്ലാനൊക്കെ നടപ്പാക്കാൻ പറ്റൂ. ആ സമയത്ത് ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് പായസമൊക്കെ മേടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് നമ്മുടെ മുത്തശ്ശിയെ അവർ കാണുന്നുണ്ട്. മുത്തശ്ശി പതിവ് പോലെ ഒരു വെള്ളി നാണയത്തിന് കണ്ണനോടും മഹാലക്ഷ്മിയോടും മാർക്കോയോടും ചോദിക്കുന്നത് പോലെ ഇവരോടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് അപമാനിച്ചു വിടുന്നുണ്ട് നമ്മുടെ മുത്തശ്ശി. നല്ല ആരോഗ്യമുണ്ടല്ലോ, എന്നെക്കായി നല്ല പ്രസരിപ്പും ഉണ്ട്, അധ്വാനിച്ച് ജീവിച്ചൂടെ. ഇന്നേ അമ്പലത്തിൽ അന്നദാനമുണ്ട്, അത് കഴിച്ചിട്ടതോ ആ മൂലയിലെങ്ങാനും പോയി ഒതുങ്ങിക്കൂടിക്കട എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞ് മുത്തശ്ശി ഇങ്ങ് വിളിച്ചുകൊണ്ട് പോകുന്നു. എന്നിട്ട് പറയുന്നു, 1 രൂപ പോലും കൊടുക്കില്ല മോളെ. ഇങ്ങനെയൊക്കെ കുറേ ടീംസ് ഇറങ്ങിയിട്ടുണ്ട് പറ്റിക്കാനായിട്ട്. അങ്ങനെ മുത്തശ്ശി അവരെ തന്നെ നോക്കി നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു. അതേസമയം മോഹിനിയമ്മയുടെ പിറന്നാൾ ആഘോഷിക്കാനായിട്ട് മഹാലക്ഷ്മിയും കണ്ണനും മാർക്കോയും അനന്തും ഒക്കെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അനന്തു ഒരു ഉപദേശം കണ്ണന് കൊടുക്കുന്നു. മഹിയുടെ ജീവിതത്തിൽ അവളുടെ അമ്മ എത്രത്തോളം പ്രാധാന്യം കൽപ്പിക്കുന്നതാണെന്ന് എനിക്കറിയാം. പക്ഷേ ആ അമ്മയ്ക്ക് ചുറ്റും ഇപ്പം 3 ശത്രുക്കളാണുള്ളത്. അതായത് മുത്തശ്ശി, പ്രതാപൻ, കരുണ. അവരെ ഉദ്ദേശിച്ച് അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് അവരെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് സീരിയസ് ആയിട്ട് തന്നെ കണ്ണനും മഹാലക്ഷ്മിയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ട്. അവർക്കും അറിയാം അനന്തു പറഞ്ഞത് വളരെ വലിയ വാസ്തവമാണെന്ന്. അങ്ങനെ അവർ പിറന്നാൾ ആഘോഷിക്കാനായിട്ട് വരുന്ന അതേ സമയം ക്ഷേത്രത്തിൽ നിന്ന് പായസമൊക്കെ മേടിച്ച് മുത്തശ്ശിയും കരുണയും വരുന്നത് നോക്കി നിൽക്കുന്നുണ്ട് പ്രതാപൻ. എന്തായാലും ആ പായസം കിട്ടിയോ? കിട്ടി. ആ പായസത്തിൽ നമ്മൾ മേടിച്ചുകൊണ്ട് വെച്ചിരിക്കുന്ന ആ വിഷം കലർത്താൻ പറ്റിയ പിന്നെ നമ്മൾ വിജയിച്ചെന്ന് മുത്തശ്ശി പ്രതാപനോട് പറയുമ്പം, അതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ കാത്തിരിക്കുന്നത്. എന്തായാലും എൻ്റെ മനസ്സ് പറയുന്നു ഇത്തവണ നമ്മുടെ പ്ലാൻ പൊളിക്കുമെന്ന്. അന്നേരം കരുണയും പറയുന്നുണ്ട്, ഇനിയല്ലേ നമ്മൾ നമ്മുടെ പ്ലാൻ നടപ്പാക്കാൻ പോകുന്നത്. അതേസമയം പായസം കൊണ്ടുവന്നു എന്നറിഞ്ഞപ്പോൾ മോഹിനിയമ്മ കരുണയോട് പറയുന്നുണ്ട്, 1 ഗ്ലാസ് പായസം താമോളെ, ക്ഷേത്രത്തിലെ പ്രസാദം അല്ലേ, ഒന്ന് കുടിക്കട്ടെ എന്ന്. അങ്ങനെ കരുണ അമ്മയ്ക്ക് പായസം ഗ്ലാസ്സിലേക്ക് പകർന്ന് കൊടുത്ത് മോഹിനിയമ്മ കുടിക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ഇനി വിഷം കലർത്തിയ പായസമാണോ ഒഴിച്ചു കൊടുത്തതെന്ന് അറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ കരുണയ്ക്ക് അമ്മയോട് യാതൊരു വിരോധവും ഇല്ല. അമ്മ കൂടുതൽ സ്നേഹം മഹാലക്ഷ്മിയോട് കാണിക്കുന്നു എന്നുള്ള പരാതി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അമ്മയെ ഉപദ്രവിക്കണമെന്ന് സ്വപ്നത്തിൽ പോലും അവൾ ചിന്തിക്കുന്നുമില്ല. പക്ഷെ മുത്തശ്ശിക്കും പ്രതാപനും അമ്മയോടും വലിയ താല്പര്യമൊന്നുമില്ല. എന്തായാലും അവർക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഇനി വിഷം കലർത്തിയ പായസമാണ് അവളുടെ കയ്യാൽ അമ്മയ്ക്ക് കൊടുത്തതെന്നും കാണാൻ അറിഞ്ഞു കഴിഞ്ഞാൽ കരുണയ്ക്ക് അത് സഹിക്കാനും പറ്റത്തില്ല. പിന്നെ മുത്തശ്ശിയും പ്രതാപനും ആയതുകൊണ്ട് പറയാൻ പറ്റത്തില്ല. മുത്തശ്ശി കരുണ അറിയാതെ പോയി പായസത്തിൽ വിഷം കലർത്തി വെച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഇന്നത്തെ എപ്പിസോഡ് നടക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ കാത്തിരിക്കാം. വിഷം പായസത്തിൽ കലർത്തിയാൽ പോലും ആ പായസത്തിന് രുചി വ്യത്യാസം അറിയത്തില്ല. പായസത്തിൻ്റെ മധുരം കൂടത്തെ ഉള്ളായതുകൊണ്ട് കുടിക്കുന്ന വ്യക്തിക്ക് അറിയത്തില്ല. ഇനി മോഹിനിയമ്മ കുടിക്കുന്ന സമയത്ത് കണ്ണനും മഹാലക്ഷ്മിയും മാർക്കോയും അനന്തും ഒക്കെ പിറന്നാൾ ആഘോഷിക്കാനായിട്ട് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും മോഹിനിയമ്മ പായസം മൊത്തത്തിൽ കുടിക്കാതെ അവിടെ വെച്ചിട്ട് പോകാനായിരിക്കും ചാൻസ്. കാരണം ദേവി മുത്തശ്ശി മോഹിനിയമ്മയ്ക്കും മഹാലക്ഷ്മിക്കും കണ്ണനും ഒക്കെ അനുഗ്രഹം കൊടുക്കുന്ന ഒരു മുത്തശ്ശി തന്നെയാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും മോഹിനിയമ്മയ്ക്ക് ഒരു അപകടം ഉണ്ടാകാൻ സാധ്യതയില്ല.